ഉസ്ബെക്കിസ്ഥാനിലെ ഇംപുനുസിന ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യം ഇപ്പോൾ ചർച്ചയാവുകയാണ്. മുസ്ലിം മതാന്തരീക്ഷത്തിൽ MBBS പഠിക്കാം എന്ന പരസ്യവുമായി പാണക്കാട് തങ്ങൾ ചെയർമാനായ ഏജൻസി. സൂക്ഷിച്ചു നോക്കേണ്ട, കൊല്ലപ്പെട്ട സാവരിയ പഠിച്ച അതേ സ്ഥാപനം. ഈ യൂണിവേഴ്സിറ്റിയിലും ഇവിടേക്ക് കുട്ടികളെ എത്തിക്കുന്ന ഏജൻസികളും മതപരിവർത്തനത്തിന് സാഹചര്യം ഒരുക്കുന്നു എന്ന് പരിശോധിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം അന്തരീക്ഷത്തിലെ മെഡിക്കൽ പഠനം ആ രീതി എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ പ്രവർത്തനവും സംബന്ധിച്ച് പാണക്കാട് സെയ്ദ് അലി റഷീദ് ശിഹാബ് തങ്ങൾ ഒരു വിശദീകരണം നൽകണം. കൊല്ലപ്പെട്ട സാവരിയ പഠിച്ചത് ഇതേ യൂണിവേഴ്സിറ്റിയിലാണ്. സാവരിയുടെ മരണത്തിൽ പാണക്കാട് തങ്ങൾ വിശദീകരണം നൽകണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിലുള്ള ഇൽമ ഹോസ്റ്റലുകൾ എന്ന പരസ്യം ചെയ്ത് കുട്ടികളെ കൊണ്ടുപോയത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ഒരു ഹോസ്റ്റലിലിട്ട് എല്ലാവരെയും മതം മാറ്റാൻ വേണ്ടിയായിരുന്നോ എന്നും ശശികല ടീച്ചർ ചോദിക്കുന്നു. ഇതേ യൂണിവേഴ്സിറ്റിയുടെ പേര് തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇംപുനുസീന എന്നത് ഒഴിവാക്കും. പകരം ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് മാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? അതീവ വിചിത്രം തന്നെ. കൊല്ലപ്പെട്ട സാവരിയ പഠിച്ചതും ഇതേ യൂണിവേഴ്സിറ്റിയിലാണ്. സയ്യിദ് റഷീദ് ശിഹാബ് തങ്ങൾ ചെയർമാനായ ILM കോട്ടക്കൽ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. മുസ്ലിം മതാന്തരീക്ഷത്തിൽ MBBS പഠിക്കാം എന്ന പരസ്യവുമായി പാണക്കാട് സയ്യിദ് റഷീദ് ശിഹാബ് തങ്ങൾ ചെയർമാനായ ILM എന്ന ഏജൻസി ഉസ്ബെക്കിസ്ഥാനിലെ ഇംപുനുസീന ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പ്രധാനമായും ഈ ഏജൻസി കുട്ടികളെ എത്തിക്കുന്നത്. സാവരിയ ഉസ്ബെക്കിസ്ഥാനിൽ പോയത് തിരുവല്ലയിലെ ഒരു ഏജൻസി മുഖേനയാണ്. ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ന പേരിലാണ് പെൺകുട്ടിയെ കൊണ്ടുപോയത്. മലപ്പുറം ഏജൻസി വഴിയാണ് പ്രതി സദറുൽ അനാം അവിടെ എത്തിയത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റലുകളാണ് എന്നായിരുന്നു പരസ്യങ്ങളിലെ വാഗ്ദാനം. എന്നാൽ എല്ലാവരെയും ഒരു കെട്ടിടത്തിന്റെ മുകളിലും താഴെയുമായി താമസിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് വിവരങ്ങൾ. നിലവിൽ പുറത്തുവന്ന പരസ്യവും പെൺകുട്ടി കൊല്ലപ്പെട്ട സാഹചര്യവും ചേർത്ത് വായിക്കണം. അപ്പോൾ നിരവധി അതീവ ഗൗരവകരമായ സംശയങ്ങളാണ് ഉയരുന്നത്. മരിച്ച പെൺകുട്ടിയുടെ ബന്ധു ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയപ്പോൾ ഈ കേസ് കോംപ്രമൈസിൽ എത്തിക്കാമോ എന്ന് അവിടെയുള്ളവർ ചോദിച്ചത്രേ. തങ്ങൾ അടക്കമുള്ളവരുടെ സ്വാധീനത്താലാണോ ഈ ചോദ്യം ഉണ്ടായത് എന്ന ചോദ്യം വരുന്നു. തങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ഇവിടെ മതേതര വേഷം കെട്ടുന്നവർ പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാകുന്നുണ്ടോ? ഈ പരസ്യം വ്യാജമാണോ? ആണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ നടപടി എടുത്തില്ല? ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്നും ശശികല ടീച്ചർ പ്രതികരിക്കുന്നു. സുഹൃത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തുന്നതിന് തലേന്നും സാവരിയുമായി അമ്മ മിനി സുപ്രഭ വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. ദുബായിലുള്ള മാതൃ സഹോദരിയുടെ മകളുമായി സാവരിയ വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. അവൾക്കായി താൻ വാങ്ങിയ പാവയും മറ്റും കാണിച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞാൽ നാട്ടിലെത്തുന്നതിന്റെ ആഹ്ലാദം മാത്രമല്ലാതെ സാവരിയ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നതിന്റെ ആശങ്കകളൊന്നും വീട്ടുകാർ അറിഞ്ഞില്ല. ആദ്യ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് 9-ന് നാട്ടിലെത്താനാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഹോസ്റ്റലിലെ സുഹൃത്തുക്കളെയും വീഡിയോ കോളിൽ കാണാറുണ്ട്. അവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതായി വീട്ടുകാർ സംശയിച്ചിട്ടില്ല. സദറുൽ അനമിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നതായും സൂചിപ്പിച്ചിരുന്നില്ല. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ശശികല ടീച്ചറും അതുപോലെ ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട പല നേതാക്കളും ഇതിനുള്ള ഉത്തരം ലഭിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഹിന്ദു ഐക്യവേദി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.